ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പുട്ടും പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒന്നാമത് ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ എടുക്കാൻ കഴിയാറും ഇല്ല കേട്ടോ. അങ്ങനെ എന്താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളത് ഇട്ടിട്ട് ഞാനിതാ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ സോഫൊക്കെ ഒന്ന് തട്ടി വിരിച്ചിടാണ് കേട്ടോ. അപ്പോൾ സോഫമ്മലൊക്കെ മക്കൾ കയറി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ കളിച്ചിട്ട് അവിടെയൊക്കെ ഒരുമാതിരി കോലായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ തന്നെ തട്ടി വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാകുമ്പം നമ്മൾ വിരിച്ചിട്ടതും ബെഡ്ഷീറ്റ് ആയാലും സോഫ ആയാലും ഒക്കെ അതേ വൃത്തിക്ക് നല്ല ഇതിൽ നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ അവർ വരുന്നത് വരെ. പിന്നെ അവർ വന്നതിന് ശേഷമുള്ളത് നോക്കിയാൽ മതി. സ്കൂളില്ലാത്ത ദിവസമാകുമ്പം ഒരു 5 മിനിറ്റേ ഇതുണ്ടാവുള്ളൂ. അപ്പം തന്നെ അവർ അവിടെയും ഇവിടെയൊക്കെ ചാടി മറിഞ്ഞ് അതൊക്കെ വേഗം തന്നെ അങ്ങനെ ഇങ്ങനെ ആക്കിയിടും. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മോളും മൂത്തച്ഛൻ്റെ വലിയ മോളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ 2 പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അകമൊക്കെ നല്ലതുപോലെ തന്നെ അടിച്ചു വാരിയിട്ടിട്ട് ഇനിയിപ്പോൾ അതാ തുടക്കാനുള്ള വെള്ളം ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി അകമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടക്കട്ടെ. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ അയലുമ്മൽ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ എൻ്റെ അലക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോള് എൻ്റെതാണ് കേട്ടോ. മോന് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ അവരെ വീട്ടിലാട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനിയുള്ളത് അടിൻ്റെ പണിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ സാധനമൊക്കെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പണിക്കാർ തിങ്കളാഴ്ച വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മക്കളെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ സ്ലേറ്റിന് വേണ്ടിയിട്ട് 2 നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഉച്ചത്തേക്ക് കറിയിട്ട് സാമ്പാറാട്ടോ. പിന്നെ അയല മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ മീൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിക്കാനുള്ള കായം തേക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് മീനിൽ നല്ല പോലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിലൂടെ നമ്മളെ കിച്ചണും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ചോറ് ഇതാ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തലേന്നൊക്കത്തെ നല്ല ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെക്കുന്ന ആ ചോറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഞാൻ അതിൻ്റെ ഇടയിലൂടെ സാമ്പാറിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഗ്യാസ്മേൽ വെച്ചിട്ട്. ഇന്നിപ്പം തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാമ്പാർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നൊരു ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തവിടെ വെച്ചിട്ടുണ്ട്. ചോറായതിനു ശേഷം പിന്നെ അടുപ്പത്ത് പച്ചക്കറി വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് സാമ്പാറിലേക്കുള്ള. പിന്നെ ഞാൻ ഗ്യാസ്മേൽ വേഗം തന്നെ മീനൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മീൻ ഇതാ നല്ല പോലെ തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറവിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് കനലുണ്ടായപ്പോൾ ചോറ് വെള്ളം വലിയിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കിച്ചണൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കഴുകിയെടുക്കാൻ. അതൊക്കെ ചെയ്തു. പിന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ വെയിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോള് മുറ്റത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല സാമ്പാറും അയല പൊരിച്ചതും പപ്പടമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും
ബായ്, അസ്സലാമു അലൈക്കും.